ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം എന്തുണ്ട് വിശേഷം? ഈ ആഴ്ചത്തെ വീക്ക്ലി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വ്യൂവേഴ്സിനോട് നമ്മൾ പറയുന്ന ഡിസ്ക്ലെയിമർ ആദ്യമേ പറയുകയാണ്. ഇത് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോക്സിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാനും ചാർട്ട് റീഡ് ചെയ്യാനും ശ്രമിക്കുന്ന ഒരു വീഡിയോയാണ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന സ്റ്റോക്സൊക്കെ ആയിരിക്കും ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന ഈ വരുന്ന ആഴ്ചകളിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെക്നിക്കൽ അനാലിസിസും അത് ചാർട്ട് റീഡ് ചെയ്യാൻ നമ്മളെപ്പോലത്തുള്ള കോമൺ ആളുകൾക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതായിരിക്കും ഈ വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, സോ ഡിസ്ക്ലൈമർ ആയിട്ട് എടുക്കാതെ ഇതൊരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആയിട്ട് എടുക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ആൻഡ് വീഡിയോയിലേക്ക് പോകും മുന്നേ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം ആദ്യം ഞാൻ പറയുകയാണ്. അപ്പം പഴയ ചാനൽ ഉണ്ടായിരുന്നു, സോ അത് ഡീആക്ടിവേറ്റഡ് ആണ്. ആൻഡ് നമ്മുടെ പുതിയ ചാനൽ ഇപ്പോൾ ഒരു 150+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ഫ്രീ ആണ്. അപ്പം ആർക്കെങ്കിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല നല്ല സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസസ്, ബാഡ് ന്യൂസസ് എന്നാണെങ്കിലും നമുക്ക് കിട്ടുന്ന ന്യൂസസ് എല്ലാം മാക്സിമം ഇതിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ട്രേഡിങ്ങിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാനലിലേക്ക് പോകാം. ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ഒന്ന് ജോയിൻ ചെയ്ത ശേഷം വന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് നടത്തിയ ശേഷം നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്സിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റി എന്താ ചെയ്യുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഓൾ ടൈം ഹൈയിൽ നിന്നും റിജക്ഷൻ അല്ലേ, 26,492 എന്നുള്ള റേഞ്ചിൽ നിന്ന് റിജക്ഷൻ വന്നു. ആൻഡ് അവിടെ നിന്നൊരു ബേസ് എടുത്തു ആൻഡ് അപ്സൈഡ് പോയി ആൻഡ് തിരിച്ച് റീട്രേസ്മെൻറ്റ്. അപ്പോൾ സ്റ്റോക്സിൻ്റെ ക്ലോസിംഗ് നോക്കുവാണെങ്കിൽ വീക്ക്ലി ക്ലോസിംഗ് നമുക്ക് നോക്കാം. വളരെ തൃപ്തികരമായ ക്ലോസിംഗ് ഒന്നുമില്ല, പക്ഷേ മാർക്കറ്റ് ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഗ്ലോബലി ഉള്ള ക്രൈസിസിൻ്റെ ഇടയിലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന പറയാം പെട്രോൾ ഡീസൽ വില കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്രൈസിസിനിടയിൽ മാർക്കറ്റ് ഒന്ന് പിടിച്ചു നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് ഉള്ളത്. സോ ഞാൻ എന്തായാലും ഇൻട്രാഡേ ലെവൽസ് മൺഡേ രാവിലെ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പം നിലവിൽ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു റീട്രേസ്മെൻറ്റിനുള്ള വീണ്ടും പോസിബിലിറ്റി ഉണ്ടോ എന്നാണ്. സോ റീട്രേസ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് ചാർട്ട് കാണുമ്പോൾ തോന്നുന്നത്. വീണ്ടും ഒരു ഡൗൺ സൈഡ് ട്രെൻഡിനുള്ള പോസിബിലിറ്റി എന്തായാലും ഉണ്ട്. അപ്പോൾ ഒരു 23,400 അല്ലെങ്കിൽ 450 റേഞ്ചിലേക്ക്, ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു റേഞ്ച് എന്തായാലും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 23,500 ആ റേഞ്ചിലേക്ക് വരാം. ആൻഡ് ഈ ഒരു ഏരിയ, ഈ ഗ്യാപ്പ് ഫില്ലിംഗ് മോസ്റ്റ്ലി ഡൺ ആണ്. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് 23,150 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയോടെ തന്നെ ആയിരിക്കും ഞാൻ മാർക്കറ്റിനെ സമീപിക്കുക. ഓക്കെ, എന്തായാലും കൂടുതൽ ഇൻട്രാഡേ ലെവൽസ് അത് മൺഡേ മോർണിംഗിലെ ഗ്ലോബൽ മാർക്കറ്റ് അനാലിസിസ് നടത്തിയ ശേഷം നമുക്ക് ഇൻട്രാഡേ ലെവൽസ് നിഫ്റ്റിയുടെ പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും റീട്രേസ്മെൻറ്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളൊരു സൂചന മനസ്സിൽ കണ്ട് മാത്രം ട്രേഡുകൾ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെയായിരിക്കും എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അടുത്ത വീക്ക് ഫുള്ള് ഞാൻ കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരിക്കുന്ന സ്റ്റോക്ക് ഞാൻ പറയാം. HEG ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ മീഡിയം ടേം ഹോൾഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മാസമായിട്ട് ഈ ഒരു ഏരിയയിൽ വാങ്ങി അങ്ങനെ 2 റേഞ്ചിലായിട്ട് കുറച്ച് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന സ്റ്റോക്കാണ് HEG ലിമിറ്റഡ്. അപ്പോൾ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് കണ്ടില്ലേ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ആ ട്രെൻഡ് ലൈനിൽ ഒരു മൂന്നാമത്തെ ടച്ച് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഭാഗം എത്തുമ്പോൾ ടോട്ടലി ഒരു സെൽ ഓഫ് ആണ് കഴിഞ്ഞ പല ഘട്ടങ്ങളായിട്ട് നടക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഒരു 626 to 690 റേഞ്ച്, ഈ റേഞ്ച് എത്തുമ്പോൾ മാർക്കറ്റിന് പലതവണയായിട്ട് സെൽ ഓഫ് നടക്കുകയാണ്. 1, 2, 3, 4, 5 അഞ്ചാമത്തെ തവണയും മാർക്കറ്റ് ഇവിടെ സെൽ ഓഫ് നടക്കുകയാണ്. സോ ഒരു 690 to 700 റേഞ്ച് എന്ന് പറയുന്നത് HEGയുടെ ഒരു സപ്ലൈ ആണ്. അപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 670 റേഞ്ചിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് മാർക്കറ്റിന് ഉണ്ടായിരുന്നു അല്ലേ. ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലെ ക്യാൻഡിൽ സ്റ്റിക്സിനെ നോക്കി എന്തോരം സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ നേരിടുന്നെന്ന് ഓരോ തവണയും മാർക്കറ്റ് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത് നോക്കി 550 റേഞ്ചിൽ നിന്ന് അപ്സൈഡ് പോകുന്നു, ഇവിടെ ഒരു സെൽ ഓഫ് നടക്കുന്നു, വീണ്ടും ആ സെൽ ഓഫ് ക്ലിയർ ഓഫ് ചെയ്യാൻ നോക്കുന്നു, ശേഷം വീണ്ടും മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള സെൽ ഓഫ് നടക്കുന്നു. അവിടുത്തെ ക്യാൻഡിൽ സ്റ്റിക്സ് സൂചിപ്പിക്കുന്നത് തന്നെ അത്രയും വലിയൊരു സെൽ ഓഫ് സോണാണ്. ഈ ഒരു ഫുൾ സോൺ തന്നെ ഒരു സെല്ലിംഗ് ഏരിയ ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഒരു 690ക്ക് എബോവ് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. സോ എന്തായാലും ഒരു 30% മൂവ്മെൻറ്റ് ഇനി ഉണ്ടാവോ ഇല്ലെന്നായിരിക്കും എൻ്റെ വാച്ച് ലിസ്റ്റിലിട്ട് ഞാൻ പരിശോധിക്കുക. കാരണം ടെക്നിക്കലി എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പലതവണയായിട്ട് മാർക്കറ്റ് ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു അറ്റംപ്റ്റിലേക്ക് ഈ വീക്ക് പോകാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒരു അറ്റംപ്റ്റും കൂടെ ഫെയിൽ ആവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. HEG അങ്ങനെ ബ്രേക്ക് ആവുകയാണെങ്കിൽ 30 to 35% മൂവ്മെൻറ്റിനായിരിക്കും ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ചെയ്യുക. എന്തായാലും ഒരു വീക്ക്നെസ് വരികയാണെങ്കിൽ മേ ബി ഒരു സെൽ ഓഫ് ഒരു 580ക്ക് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു വീക്ക്നെസ് വരും.
ആൻഡ് എൻ്റെ ഒരു കണക്ക് കൂട്ടലാണെങ്കിൽ വീണ്ടും ഒരു 545 ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ മാത്രമേ വീണ്ടും ഒരു 470 റേഞ്ചിലേക്ക് വരത്തുള്ളൂ. അല്ലാത്ത പക്ഷം വീണ്ടും സപ്ലൈ ടെസ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു സപ്ലൈയിലേക്ക് വീണ്ടും വന്ന് താഴെ വന്ന് വീണ്ടും അറ്റംപ്റ്റിനുള്ള ശ്രമം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് HEG ഇപ്രാവശ്യം. സോ എന്തായാലും HEG നിങ്ങൾ വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എങ്ങനെയായിരിക്കും ഒരു സ്റ്റോക്കിന്റെ സപ്ലൈ ടെസ്റ്റിംഗ് ഭാഗത്തെ നമുക്കൊരു ട്രേഡിംഗ് ആക്ടിവിറ്റി എന്ന് നമുക്ക് മനസ്സിലാകാൻ ഇത് സഹായിക്കും. ഓക്കെ, HEG ലിമിറ്റഡ് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്ന ആദ്യത്തെ സ്റ്റോക്കാണ് ഫോർ സ്റ്റഡിങ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഹെമിസ്ഫിയർ പ്രോപ്പർട്ടീസ് ആണ് അടുത്ത എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക്. നിങ്ങളുടെ നോക്കുകയാണെങ്കിൽ ഹെമിസ്ഫിയർ പ്രോപ്പർട്ടീസിൻ്റെ ഒരു ഓവറോൾ ചാർട്ട് നമുക്ക് നോക്കണം. കണ്ട 262 റേഞ്ച്, അവിടെ നിന്നാണ് ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നത്. 260 റേഞ്ചിൽ നിന്ന് മോസ്റ്റ്ലി ഒരു 58% ഡൗൺ സൈഡ് വന്നു. 58% ഡൗൺ സൈഡ് വന്ന സ്റ്റോക്ക് സപ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ ഡിമാൻഡ് എടുത്തത് 111 റേഞ്ചിൽ നിന്നാണ് ഈ സ്റ്റോക്ക് ഡിമാൻഡ് എടുത്തത്. ആൻഡ് അവിടെ നിന്നും ഒരു ക്വിക്ക് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഡിമാൻഡ് എടുത്ത ശേഷം മോസ്റ്റ്ലി ഒരു 47% മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോക്ക്. കണ്ടിട്ടുണ്ടോ ഹെമിസ്ഫിയർ പ്രോപ്പർട്ടീസ്? ആൻഡ് ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്. ഈ ഒരു സപ്ലൈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഞാൻ വാച്ച് ചെയ്യുന്നത് ഹെമിസ്ഫിയർ പ്രോപ്പർട്ടീസിന്റെ ഈ ഒരു സോണിലെ പ്രൈസ് ആക്ഷനാണ്. വീക്ക്നെസ് ഉണ്ടാവാം. ഈ ഒരു ഏരിയ ബ്രേക്ക്, ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ബ്രേക്ക് താഴെ ഡൗൺ സൈഡ് പോയ 140 താഴെ പോയ ഈ സ്റ്റോക്ക് വീക്ക്നെസ് ആയി. ശേഷം ഞാൻ നോക്കുന്നത് പിന്നെ ഈ ഡിമാൻഡ് ഏരിയയിലേക്ക് വരുമോ എന്നുള്ളതായിരിക്കും ഞാൻ നോക്കുന്നത്. മേ ബി ഈ സ്റ്റോക്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. ചിലതാണെങ്കിൽ നമ്മളെ ട്രാപ്പ് ചെയ്യും. ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ട്. ഈ ബ്രേക്ക് ഔട്ട് വന്ന ശേഷം മേ ബി ട്രാപ്പ് ചെയ്യും. ശേഷം ഡിമാൻഡ് ഏരിയ വന്നിട്ട് മാത്രമേ തിരിച്ചു പോകാൻ സാധ്യതയുള്ളൂ. സോ എന്തായാലും ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഹെമിസ്ഫിയർ പ്രോപ്പർട്ടീസിൻ്റെ പ്രൈസ് ആക്ഷൻ ഒരു സെല്ലിംഗ് സോൺ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ആൻഡ് അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ ആണ്. ഒരു സപ്ലൈ ഇവിടെ അടിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് വീണ്ടും ഒരു ഡൗൺ സൈഡ് മൊമെന്റത്തിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഈ ഒരു ഡിമാൻഡ് സോൺസ് 111 ഇതൊക്കെ ഒരു ഡിമാൻഡ് സോൺ അറ്റാക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും ഒരു പോസിറ്റീവ് പ്രൈസ് ആക്ഷൻ കണ്ട ശേഷം ചെറിയൊരു സെൽ ഓഫ് കാണുകയാണ്. ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്ന ശേഷം സെൽ ഓഫ് കാണുന്നതുകൊണ്ട് ഹെമിസ്ഫിയർ പ്രോപ്പർട്ടീസ് ഞാൻ നല്ലൊരു ഡിമാൻഡ് സോൺസിൽ നിന്നൊക്കെ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം ഞാൻ നടത്തും. അപ്പോൾ എന്തായാലും നിങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത സെല്ലിംഗ് സോൺ എന്ന് പറഞ്ഞാൽ 184 ആണ്. ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോയി കഴിഞ്ഞാൽ ഓക്കെ. ഹെമിസ്ഫിയർ പ്രോപ്പർട്ടീസ് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. അടുത്ത എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡീലിങ്ക് ഇന്ത്യയാണ്. ഇപ്പോൾ പെർഫെക്റ്റ് സെറ്റപ്സ് ഞാൻ നോക്കുന്നില്ല. ഇപ്പോൾ എന്തായാലും പ്രൈസ് ആക്ഷൻസിലാണ് ഞാൻ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണത്. ടെക്നിക്കലി പ്രൈസ് ആക്ഷൻ വൈസ് ഉള്ള സ്റ്റോക്കുകളാണ് ഞാൻ നോക്കുന്നത്. ഡീലിങ്ക് ഇന്ത്യ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ എല്ലാം മാറ്റാം. വീക്ക്ലി ചാർട്ടാണ് എടുക്കുന്നത്. വീക്ക്ലി ചാർട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നോക്കുക, കണ്ടില്ലേ 756 റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നത് 359 റേഞ്ച് വരെ വന്നിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്നാണ് ഈ സ്റ്റോക്ക് റീട്രേസ്മെന്റ് നടത്തുന്നത്. ആൻഡ് വീക്കിലി നോക്കുമ്പോഴത്തേക്കും ചെറിയ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. വീക്കിലിയിൽ ചെറിയ വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രാവശ്യം നോക്കുന്നില്ല. ലൈറ്റ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ടെക്നിക്സ് ആണ് ഞാൻ ഈ ആഴ്ച ഞാൻ നോക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് എന്ത് സംഭവിച്ചു? ഒരു റൗണ്ടിങ് ബേസ്, ഈ ഒരു ചെറിയ ബേസ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുകയാണ്. ഓക്കെ, അപ്പം ഇതിലൊരു സിമ്പിൾ കാര്യമാണ് ഞാൻ നോക്കുന്നത്. ഈ ഒരു 430 റേഞ്ച്, ഈ ഒരു ബേസിന് താഴെ വരാതെ ഈ ഒരു 430 റേഞ്ചിന് എബോവ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഈ ഒരു പുൾ ബാക്ക് വന്നാൽ പോലും ഈ 438 ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്ട്രെങ്ത്തോടെ ഡീലിംഗ് നിൽക്കും. ആൻഡ് ഇനി ഒരു സെല്ലിംഗ് സോൺ എന്ന് പറയുന്നത് ഒരു 528 ആണ് ഒരു സെല്ലിംഗ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള സോണ്. ആൻഡ് അതിനുശേഷം മാർക്കറ്റിന്റെ ഒരു 590. അപ്പം എന്താ ഡീലിംഗ് ഒരു കൺസോൾട്ടേഷൻ സോൺ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. എന്തായാലും അവിടെ റേറ്റ് ടെസ്റ്റ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഡീലിംഗിന്റെ ഒരു സ്ട്രക്ചർ വൈസ് നമുക്ക് നോക്കാം. മോസ്റ്റ്ലി ഒരു ബേസ് ഏരിയയിൽ നിന്നും ഒരു 34% മൂവ്മെന്റ് തന്ന ശേഷം സ്റ്റോക്ക് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ് ഒരു ഏരിയയിൽ. അപ്പം നമുക്ക് നോക്കാം സ്ട്രെങ്ത് ഉണ്ടോ ഇല്ലേ എന്ന്. മൺഡേയൊക്കെ മാർക്കറ്റ് ക്രാഷ് ആണെങ്കിൽ മേ ബി ഈ സെറ്റപ്പ് ഫെയിൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഡൗൺ സൈഡ് തന്നെ വരും. മറിച്ച് മൺഡേയൊക്കെ മാർക്കറ്റിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മേ ബി ഡീലിംഗിന് ഒരു ഫോളോ അപ്പ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് അരവിന്ദ് ലിമിറ്റഡ്. അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ വന്നിട്ട് നിൽക്കുകയാണ്. എനിക്ക് വൺ ഓഫ് ദ ഗുഡ് സെറ്റപ്സ് എന്ന് തോന്നിയതാണ് അരവിന്ദ് കമ്പനി. അപ്പോൾ അരവിന്ദിന്റെ ഹൈ എന്ന് പറയുന്നത് 452 റേഞ്ചാണ്. കണ്ടില്ല, ഈ ഒരു ഹൈയിലാണ് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. സോ എനിക്ക് സ്ട്രക്ചറലി നല്ലൊരു രസകരമായ സെറ്റപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് ഇവിടെ സ്ട്രെങ്ത്തോടെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഞാൻ നോക്കുന്നത്. ഒരു സെല്ലിംഗ് സോണിൽ മാർക്കറ്റ് നല്ല സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ് അരവിന്ദ് എന്ന് പറയുന്നത്. ഇപ്പോൾ 460 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മൊമെന്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അരവിന്ദ് എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കുക. ഒരു ബുള്ളിഷ് ക്യാൻഡിലിന് ശേഷം ആ ഒരു മദർ ക്യാൻഡിലിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യുകയാണ്. ബേബി ക്യാൻഡിൽസ് എന്ന് നമുക്ക് പറയാം. കണ്ടില്ലേ, ഒരു വലിയ ക്യാൻഡിൽ, ആ ക്യാൻഡിലിന്റെ ഉള്ളിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്.
അപ്പോൾ അരവിന്ദ് നമുക്ക് വരുന്ന ആഴ്ചകളിൽ വാച്ച് ലിസ്റ്റിൽ ഇടാം. മൊമെന്റം കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടില്ല, നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ വലിയൊരു ബ്രേക്ക് ഔട്ട് സോണിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു പ്രീ ബ്രേക്ക് ഔട്ട് സെറ്റപ്പ് ആയിട്ട് ഇത് ഡെവലപ്പായി വരുന്നുണ്ട്, അരവിന്ദ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ എന്തായാലും വേർത്തിയാണ്, വാച്ച് ലിസ്റ്റിൽ ഇടാൻ ഉള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സെറ്റപ്പാണ് ഞാൻ അരവിന്ദ് കാണുന്നത്. അപ്പം നമുക്ക് എന്തായാലും അരവിന്ദ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ജോജോ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ജോജോ എന്ന് പറഞ്ഞ കമ്പനി അത്യാവശ്യം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു കൺസോൾട്ടേഷനിൽ നിന്നാണ് ഞാൻ എടുത്തത്. ഈ സ്റ്റോക്ക് എല്ലാം ഞാൻ പഠിക്കാൻ വേണ്ടി എടുത്തത്. കണ്ടില്ലേ, ഒരു ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ BSE ലിസ്റ്റഡ് സ്റ്റോക്കാണ് ജോജോ. അപ്പോൾ എന്തായാലും ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സാമാന്യം നല്ല റിസൾട്ട് വന്ന ശേഷം നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പം 260 റേഞ്ചിൽ നിൽക്കുകയാണ് ജോജോ എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ എനിക്ക് തോന്നുന്നു ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ട് ഈ കമ്പനിയിൽ. അതുകൊണ്ട് ഞാൻ വലിയ പ്രയോറിറ്റിയിൽ ഇടുന്നില്ല. എന്നാലും ഞാൻ ഒരു 300 റേഞ്ചിലേക്കുള്ള ഒരു മൂവ്മെന്റ് പ്രതീക്ഷിച്ച് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കും ജോജോ ലിമിറ്റഡ്. അപ്പോൾ ഞാൻ ലിക്വിഡിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാനിത് ഒഴിവാക്കുകയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് തിങ്കളാഴ്ച ഞാൻ എന്തായാലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ സ്റ്റോക്കിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ഞാൻ ചെയ്യാം, എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽസ് എന്ന കമ്പനിയാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് നോക്കി 1723 റേഞ്ചിൽ നിന്നും ഡൗൺ സൈഡ് വന്ന് ഒരു ബേസ് ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന കമ്പനിയാണ് ജൂപ്പിറ്റർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ വൺ ഓഫ് ദ ഗുഡ് റിസൾട്ട് വന്ന കമ്പനികളിൽ ഒന്നാണ്. അപ്പം നമുക്ക് നോക്കാം, ടെക്നിക്കൽ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് ഈ സ്റ്റോക്ക്. അപ്പോൾ ബേസിൽ നിന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്ന സ്റ്റോക്കുകൾക്ക് എപ്പോഴും ഒരു മൂവ്മെന്റ് പോസിബിലിറ്റി ഉണ്ടാവാറുള്ള ഇതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു ബേസ് ബിൽഡിംഗ് കണ്ടത് കൊണ്ടാണ് ഞാൻ ജൂപ്പിറ്റർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽസ് എടുത്തത്. എനിക്ക് ടെക്നിക്കലി സെറ്റപ്പ് സോളിഡായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഒരിക്കൽ 1369 വരെ ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യാൻ, ഈ ഒരു കൺസോളിഡേഷനിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ജൂപ്പിറ്റർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽസ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ടെക്നിക്കൽ സ്ട്രെങ്ത് മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ നമുക്ക് അറിയാം ഈ സ്റ്റോക്കിന്റെ ഒരു ടെക്നിക്കൽ സ്ട്രെങ്ത് എന്താണെന്ന്. അപ്പോൾ റിസൾട്ട് നല്ലതായിരുന്നുകൊണ്ട് തന്നെ ഞാൻ മേ ബി ഒന്ന് ഫോക്കസ് കൂടുതൽ ഞാൻ ജൂപ്പിറ്റർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽസിൽ കൊടുക്കും ചെറിയ ക്വാണ്ടിറ്റിയിൽ. അപ്പം എനിക്കും പഠിക്കാനായിട്ട് താല്പര്യമുണ്ട് ഇത്. ഓക്കെ, ജൂപ്പിറ്റർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽസ് എന്തായാലും വാച്ച് ലിസ്റ്റ് ഇട്ടേക്കാം. സിമ്പിൾ സെറ്റപ്പാണ്, ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗോഡ്ഫ്രൈ ഫിലിപ്സ് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് കേട്ടോ. ഞാൻ 1833 ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം 2424 റേഞ്ചിൽ നിൽക്കുകയാണ്. ആൻഡ് ഇതാണ് ഇനി സ്റ്റോക്കിന്റെ ഒരു മേജർ ഹേർഡിൽ എന്ന് പറയുന്നത്. 2600 ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. സപ്ലൈ റേഞ്ചിലാണ് ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ ഓൾറെഡി താഴത്തെ ലെവലിൽ നിന്നൊക്കെ ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഇത്രയും മൊമെന്റത്തിൽ നിന്ന് ഇനി ഒരു കൺസേൺ ഉള്ളത് ഈ ഒരു സപ്ലൈയിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് വരുമോ എന്നാണ്. അപ്പോൾ എന്തായാലും ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഗോഡ്ഫ്രൈ ഫിലിപ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്ത് കിട്ടിയാൽ നല്ലൊരു മൊമെന്റത്തിലേക്ക് പോകും. അല്ലെങ്കിൽ ഈ സെറ്റപ്പ് ഫെയിൽ ചെയ്ത് വീണ്ടും ഡിമാൻഡ് സോണിലേക്ക് എത്താൻ പോസിബിലിറ്റി ഉണ്ട്. സോ ഡിമാൻഡ് സോണുകൾ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടേക്കുക. 1930 നല്ലൊരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാൻ പ്രോബബിളി പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇത്രയും സ്റ്റോക്സ് വളരെ ലൈറ്റ്, പ്രശ്നം കൂടുതൽ അഡ്വാൻസ്ഡ് ടെക്നിക്കൽ സെറ്റപ്പുകളൊന്നും ഞാൻ നോക്കിയില്ല, വളരെ ലൈറ്റ് ടെക്നിക്കൽ സെറ്റപ്പുകളാണ് നോക്കിയത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഫോളോ ത്രൂ ക്യാൻഡിൽസ് ഉണ്ടാവുമോ ഇല്ല എന്നുള്ള കാര്യം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും വീക്ക്ലി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. മൺഡേ നമുക്ക് എന്തായാലും അല്ലാതെ വീഡിയോസ്, അതായത് പ്രീ മാർക്കറ്റ് സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, സോ താങ്ക് യു.